I'm so grateful for the place I live in. ബാംഗ്ലൂർ ശരിക്ക് വരാൻ വേണ്ടി എല്ലാവർക്കും പല പല റീസൺസ് ഉള്ളത്. എനിക്ക് ശരിക്ക് ഇവിടുത്തെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കൾച്ചറും റിച്ച് ആയിട്ടുള്ള കൾച്ചറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. നമ്മളിപ്പം ബാംഗ്ലൂർ കോർ കന്നഡികാസ് അല്ലെങ്കിലും ഞാനിപ്പോൾ ബാംഗ്ലൂർ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 4 years ആയി. എന്നിട്ട് പോലും ഒരു ഔട്ട്സൈഡർ ആണെന്നുള്ളൊരു ഫീല് വന്നിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിദ്യ. ബാംഗ്ലൂരിലേക്ക് മൂവ് ചെയ്തിട്ട് ഇത്രയും കാലമായിട്ട് പോലും എനിക്ക് കന്നഡ ഒട്ടും അറിയില്ല. കന്നഡ ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ആണ്. പക്ഷെ എൻ്റെ നെയ്ബർ ആൻറ്റിയെ കാണുമ്പോഴാണ് എനിക്ക് കന്നഡ കുറച്ചെങ്കിലും പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നത്. അവർ ഭയങ്കര സ്വീറ്റാണ്. അവർക്ക് എന്നോട് സംസാരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഞാൻ പറയുന്ന ലാംഗ്വേജ് അവർക്ക് മനസ്സിലാവില്ല, അവർ പറയുന്ന ലാംഗ്വേജ് എനിക്ക് മനസ്സിലാവാത്ത കാരണം ഭയങ്കര ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്ക് എനിക്ക് എന്നെ ഇൻസ്പയർ ചെയ്തതും എൻ്റെ ഇൻസ്പിറേഷനായിട്ടും എൻ്റെ നെയ്ബർ ആൻറ്റിയാണ്. ഞാൻ എന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് എൻ്റെ നെയ്ബർ ആൻറ്റിയുടെ വീടിൻ്റെ പുറമെ ഒരു വൈറ്റ് കളർ രംഗോലി കാണാറുണ്ടായിരുന്നു. ഇത് എപ്പോഴാണ് ഡ്രോ ചെയ്യണമെന്നൊന്നും ഞാൻ കാണാറില്ല, പക്ഷെ എനിക്കറിയാം ഇത് രംഗോലിയാണെന്ന് അറിയാം. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കും എന്തോ ഒരു ഇവൻ്റാണ്, എന്തോ അവരുടെ കൾച്ചർ റിലേറ്റഡ് ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് അവരെന്തും ചെയ്യുന്നത് എന്നുള്ളൊരു തോട്ടായിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ പുറത്ത് പോണ സമയത്ത് ആൻറ്റി അവിടെ വീടിൻ്റെ പുറമെ ഇരുന്ന് ഈ രംഗോലി വരച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ആൻറ്റിയോട് ചോദിച്ചു ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ആൻറ്റി പറഞ്ഞത് ഇത് ശരിക്കും ഇതിനെ കോലം എന്നാണ് പറയുന്നതെന്നും ഇത് അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആൻറ്റിയുടെ അടുത്തൊരു ബോക്സ് ഓഫ് ടൂൾസ് ഉണ്ടായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടി. ആൻറ്റി അന്ന് ഉണ്ടാക്കുന്ന ഡിസൈൻ നമുക്ക് കാണുമ്പോൾ ഭയങ്കര കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു ഡിസൈൻ പോലെ തോന്നി, പക്ഷെ പെട്ടെന്ന് ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അത്രയും എക്സ്പീരിയൻസ് ഉണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓൾസോ അത് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര പോസിറ്റീവ് ഫീലിംഗ് ആയിരുന്നു. ആ ഒരു സിമ്പിൾ കാര്യമായിരുന്നു, ആ സിമ്പിൾ ഒരു രംഗോലി ഇടുന്ന ഒരു കോൺസെപ്റ്റ്. ഇറ്റ് ഈസ് സോ സർപ്രൈസിങ്. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നുന്നത്. ശരിക്കും കോലം ഒരു ട്രഡീഷണൽ ആർട്ട് ഫോം ആയിരുന്നു. ഇത് ചില സ്ഥലങ്ങളിൽ ഇത് സ്പെഷ്യൽ ഒക്കേഷൻസ് ആകുമ്പോഴാണ് ഇടുന്നത്. ഫെസ്റ്റിവൽസ് സമയത്ത്, പിന്നെ ഹൗസ് വാമിങ്, ഇല്ലെങ്കിൽ പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഈ വീടിൻ്റെ എൻട്രൻസിൽ അല്ലെങ്കിൽ കടയുടെ എൻട്രൻസിലൊക്കെ ഈ കോലം വരയ്ക്കുന്നത്. പക്ഷെ ആൻറ്റി ചെയ്യുന്നത്, ആൻറ്റി ഫാസ്റ്റ് എടുക്കുന്ന ദിവസങ്ങളിലായിരുന്നു ആൻറ്റി കോലം ഇടുന്നത്. ശരിക്കും തമിഴ്നാട്ടിലൊക്കെ ഇത് എന്നും ചെയ്യുന്നുണ്ട് ആൾക്കാർ. ശരിക്കും അവിടുത്തെ ലേഡീസ് എന്നും കുളിച്ച് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് തുടങ്ങണേക്കാളും മുന്നേ കോലമിടുന്നത് അത് അവരുടെ ഒരു ഡെയിലി റിച്വൽ അല്ലെങ്കിൽ ഡെയിലി റൂട്ടീനായിരുന്നു. കോലം വരയ്ക്കാൻ വേണ്ടി ശരിക്ക് പല പല റീസൺസ് ആണുള്ളത്. ആദ്യത്തെ റീസൺ, ഒരു വീടിൻ്റെ മുമ്പിൽ നമ്മൾ കോലം ഇല്ലെങ്കിൽ രംഗോലി കാണുവാണെങ്കിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഒരു ഹാപ്പി സ്റ്റേറ്റ് ആയിരിക്കും, അല്ലേ? നമ്മളൊരു വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവിടെ നേരെ വാതിലിന് മുമ്പ് കുറേ ഷൂസൊക്കെ ആണെങ്കിൽ, എത്ര ബ്യൂട്ടിഫുൾ ഷൂസ് ആണെങ്കിലും നമ്മൾ ആ ഒരു ഹാപ്പി സ്റ്റേറ്റ് ആയിരിക്കത്തില്ല. അതിന് പകരം നമ്മുടെ വീടിൻ്റെ പുറമെ ഇങ്ങനെ സിമ്പിൾ ഡിസൈൻ ആണെങ്കിലും വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീലിംഗാണ്. നമ്മുടെ വീട് ഭയങ്കര ഇൻവൈറ്റിംഗ് ആണെന്നുള്ളൊരു ഫീലിംഗാണ്. അതുമാത്രമല്ല, ഇത് ഈ കോലം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് അതിനെപ്പറ്റി മാത്രം ആലോചിച്ച് അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കോൺസെൻട്രേഷനും ഫോക്കസും വേണം. നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. ഇതൊരു പ്രോസസ് ഓഫ് മെഡിറ്റേഷനുമായി മാറും. നമ്മൾ ശരിക്കും ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണേക്കാളും മുന്നേ ഈ കോലം വരയ്ക്കുവാണ് എന്നെങ്കിൽ നമ്മുടെ മൈൻഡ് ഓൾറെഡി കാമായി,
നമ്മളിപ്പോൾ രാവിലെ എണീറ്റ് പെട്ടെന്ന് ഓരോ കാര്യം ചെയ്യാൻ തുടങ്ങണേക്കാളും മുന്നേ നമ്മുടെ മൈൻഡ് ഓൾറെഡി കാമായി. അപ്പം അതും ഒരു റീസണാണ്. പിന്നെ വേറൊരു റീസൺ, ഇത് ശരിക്കും അരിപ്പൊടി വെച്ച് ചെയ്യുന്ന കാരണം, പുറത്ത് ഇതിടുന്ന കാരണം, ഇത് ഉറുമ്പും പിന്നെ കിളികൾ, ബേഡ്സിനും ചെറിയ ചെറിയ ഇൻസെക്ട്സിനൊക്കെ ഇതൊരു ഫുഡായി മാറും. അപ്പം ശരിക്കും ഇതൊരു ദാനം പോലെ ആയി മാറും, ഒരു ഗിവിങ് ബാക്ക് ടു ദ സൊസൈറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റുമായി മാറും. അപ്പം ഇത് കോലമിടുന്നത് ഒരു മെഡിറ്റേഷനോ ഇല്ലെങ്കിൽ ഡെയിലി പ്രാക്ടീസ് മാത്രമല്ല. ശരിക്കും നമുക്ക് ജനറേഷൻസായി കൈമാറി വരുന്ന കുറേ കൾച്ചർ, കുറേ വാല്യൂസ്, അത് നമ്മളെങ്ങനെ എന്താ പറയുക സേഫ് ഗാർഡ് ചെയ്ത് എങ്ങനെ നമുക്ക് സെക്യൂർ ചെയ്ത് നമ്മളിനി വരാൻ പോകുന്ന ജനറേഷന് പറഞ്ഞു കൊടുക്കുന്നു, നമുക്ക് അത്രയും നമ്മുടെ കൾച്ചർ പ്രിസർവ് ചെയ്യാൻ പറ്റും അല്ലേ. ശരിക്കും നോക്കുമ്പോൾ ഭയങ്കര ഒരു ചെറിയ കാര്യമാണ്, പക്ഷേ അത് കാണുമ്പം അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കര വലുതാണ്. അപ്പം ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം ദിവസമൊന്നുമല്ല, 4-5 ദിവസമായിട്ടുള്ളൂ. പക്ഷേ ആ ഒരു ടൈം ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീലിംഗാണ്. ഇപ്പം എൻ്റെ ബ്രെയിനിന് തന്നെ എന്നും ചെയ്യുന്ന കാര്യത്തിനേക്കാളും ഒരു ബ്രേക്ക്. അപ്പം ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീലിംഗാണ്. പ്ലസ് ഇത് നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കണം. വീട്ടിലെല്ലാവരെയും വിളിച്ചിരുത്തി നമ്മൾ ഓണത്തിനൊക്കെ പൂക്കളിടുന്ന പോലെ ആ ഒരു ഭയങ്കര ഒരു ഫെസ്റ്റിവൽ ഫീലിംഗാണ്. ഇതൊരു ശരിക്കും ഫാമിലി ഫൺ ആക്ടിവിറ്റീസുമായി മാറും. അപ്പം ഇന്ന് ഇതൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.